ശബരിമല സ്വർണ്ണപ്പാളി കവർച്ച പോലെ പൊതുജനത്തിന്റെ ധാർമ്മിക രോഷം ഉണർത്തുന്ന വിഷയങ്ങൾ കൂടുതൽ സജീവമായി നിർത്തണമെന്ന് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിഷയം വ്യാപകമായി ചർച്ച ചെയ്യണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പ്രചരണ തന്ത്രങ്ങളിൽ പഴുതടച്ച സമീപനമുണ്ടാകണം. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതിനുമപ്പുറം അവരെ പ്രതിക്കൂട്ടിലാക്കുന്നതും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ കയ്യിലെടുക്കുന്നതുമായ പ്രചരണ തന്ത്രങ്ങൾക്ക് ഊന്നൽ നൽകണം. വിമർശിക്കാനായി പോലും സർക്കാരിന്റെ വികസന ജനപ്രിയ പദ്ധതികളെ പരാമർശിക്കരുത്. പ്രസംഗങ്ങളിൽ ഉൾപ്പെടെ ഇക്കാര്യങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി ഈ നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് വഴി സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. ബീഹാറിൽ കോൺഗ്രസിന്റെ പ്രചരണ തന്ത്രം ആകെ പാളിയെന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡിനുള്ളത്. തട്ടിപ്പായിരുന്നുവെങ്കിലും തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് അവിടെ സ്ത്രീകൾക്ക് 10,000 രൂപ ഒറ്റത്തവണയെ നൽകുന്ന പദ്ധതി മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെയൊക്കെ കോൺഗ്രസ് ശക്തമായ പ്രചരണവും നടത്തി. ഇത് തട്ടിപ്പാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇതെല്ലാം നിർത്തലാക്കും എന്ന പ്രതീതിയാണ് ഇതിലൂടെ ഉണ്ടായത്. അതുകൊണ്ട് മഹാസഖ്യത്തെ പരാജയപ്പെടുത്തണമെന്ന NDAയുടെ പ്രചാരണത്തിന് അനുകൂലമായി ജനം ചിന്തിച്ചു എന്നതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. 2021 കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന സ്ഥിതിയുണ്ടായത് നേതൃത്വം കണക്കിലെടുക്കുന്നുണ്ട്. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ലൈഫ് മിഷൻ ഉൾപ്പെടെ 4 മിഷനുകളും പിരിച്ചുവിടുമെന്ന് UDF കൺവീനറായിരുന്ന MM ഹസൻ പ്രസ്താവിച്ചിരുന്നു. 2.5 ലക്ഷം പേർക്ക് വീട് നൽകിയ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന ഈ പ്രസ്താവന വലിയ തിരിച്ചടിക്ക് വഴിവെക്കുകയും ചെയ്തു. അതുപോലെ തന്നെയായിരുന്നു വിദ്യാഭ്യാസ സംരക്ഷണ